വയനാട് കേണിച്ചിറയിൽ വീണ്ടും കടുവയിറങ്ങി. മാളിയേക്കൽ ബെന്നിയുടെ വീട്ടിലെ തൊഴുത്തിലാണ് കടുവയെത്തിയത്. കടുവയുടെ കൂടുതൽ ദൃശ്യങ്ങൾ 24-ന്. ഒന്നും ചെയ്യണ്ട, ഒന്നും പറയണ്ട. സുർജിത്ത് അയ്യപ്പത്ത് വയനാട് നിന്ന് ചേരുന്നുണ്ട്. സുർജിത്ത്, അല്പസമയങ്ങൾക്ക് മുൻപാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു ദൃശ്യം കൂടി പുറത്തു വന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഒരു ദൃശ്യം പുറത്തു വരുന്നത്. ഇന്ന് രാവിലെ മുതൽ 2 ദിവസമായിട്ട് ഈ കടുവയുടെ പിന്നാലെയാണ്. രാവിലെ മുതൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ് സുർജിത്ത്? അൻവരി, ആ 2 ദൃശ്യങ്ങളും കാണിക്കാവുന്നതാണ്. ആ രണ്ട് ദൃശ്യങ്ങളും കാണിക്കുമ്പോൾ കൃത്യമായ രീതിയിൽ മനസ്സിലാവും. ഒന്ന്, ഒരു ടോപ്പ് ആംഗിളിൽ നിന്നാണ്, അതായത് മാളിയേക്കൽ ബെന്നിയുടെ വീടിന്റെ ടെറസിൽ നിന്നാണ് ആദ്യത്തെ ദൃശ്യം പകർത്തിയത്. അതായത് അല്പസമയം മുമ്പ് നമ്മൾ പുറത്തുവിട്ട ദൃശ്യം പകർത്തിയിരിക്കുന്നത് മുകളിൽ നിന്നുകൊണ്ടാണ്. അതിനുശേഷം അവിടെ മഴ പെയ്തു. താഴെ ഈ ഫോറസ്റ്റ് ആംബുലൻസ് ആണ്. ആ ആംബുലൻസിൽ നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പകർത്തുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ദൃശ്യമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ കടുവ ഇവിടേക്ക് വീണ്ടും എത്താനുള്ള സാധ്യത നേരത്തെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാരണം 3 ഇടങ്ങളിലായാണ് ഇപ്പോൾ ഈ കടുവയുടെ ആക്രമണം പശുക്കൾക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഒന്ന്, വർഗീസ് എന്ന് പറയുന്ന ആളുടെ പശുവിനെയാണ് ആദ്യം പിടിക്കുന്നത്. അത് ഒരു വയലിൽ വെച്ചാണ്. അതിനുശേഷം ഇന്നലെ വൈകിട്ട് സാബു എന്ന ആളുടെ ഒരു പശുവിനെ കൊന്നു. പിന്നീട് ആണ് ഈ 3:30 കൂടിയാണ് ഇദ്ദേഹത്തിന്റെ, അതായത് മാളിയേക്കൽ ബെന്നിയുടെ വീട്ടിലേക്ക് ഈ കടുവ എത്തുകയും 2 പശുക്കളെ കൊല്ലുകയും ചെയ്തത്. ഈ കടുവ ഇവിടേക്ക് ഇതിന്റെ ജഡം തേടി വീണ്ടും എത്താൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തിയില്ല എന്നുള്ള ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ബെന്നി ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ദൃശ്യത്തിൽ, അതായത് തൊഴുത്തിൽ വന്ന് പരതി അതിനുശേഷം ഇത് പോകുന്ന ആ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. അവശ നിലയിലാണ് കടുവ ഉള്ളത് എന്നുള്ളത് പ്രത്യക്ഷത്തിൽ തന്നെ ബോധ്യപ്പെടും. ആ ദൃശ്യം കാണുമ്പോൾ കടുവ അവശ നിലയിലാണ് എന്ന് തന്നെ ബോധ്യപ്പെടുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതിനുശേഷം ഇത് നേരെ ആട്ടിൻകൂട്, തൊട്ടടുത്ത് തന്നെയാണ് ആട്ടിൻകൂടുള്ളത്. ആ ആട്ടിൻകൂടിന്റെ ഗ്രില്ലിൽ അടിക്കുകയാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് ഒരാട് ചത്ത നിലയിലാണ്. പക്ഷെ ആടിന് പരിക്കുകളൊന്നുമില്ല. അത് ഹൃദയാഘാതം മൂലം ചത്തതാണ് എന്നുള്ളതാണ് കരുതുന്നത്. ഒരു ആട് കൂടി ഇന്ന് ബെന്നിയുടെ വീട്ടിൽ ഇന്ന് ചത്തിട്ടുണ്ട്. 2 പശു ഇന്ന് പുലർച്ചെ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഒരു ആട് കൂടി ഇന്ന് വൈകിട്ട് ചത്തിട്ടുണ്ട്. ആ തരത്തിലാണ്. എന്തായാലും വലിയ ഭീതി, അതായത് നടുക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വ്യക്തമാണ് എത്രമാത്രം ആശങ്ക ഉണ്ടാകുന്നു ഈ മേഖലയിലെ ജനങ്ങൾക്ക് എന്നുള്ളത് പ്രകടമാകുന്ന, എത്രമാത്രം വലിയ ആശങ്ക ഉണ്ട് എന്നുള്ളത് വ്യക്തമായ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് വലിയ സമരം ആ മേഖലയിൽ അരങ്ങേറിയിരുന്നു. അതിന് തുടർച്ചയായി കടുവയെ പിടികൂടാൻ വേണ്ടി ഉള്ള ഒരു ദൗത്യം ആരംഭിച്ചതാണ് വനംവകുപ്പ്. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം കനത്ത രീതിയിൽ മഴ പെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ 3 സംഘങ്ങളായി നടത്തിയ തിരച്ചിലിനെ അത് വലിയ ബാധിച്ചിട്ടുണ്ട്. ഇതിനുശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മടങ്ങിയെത്തി. നമ്മളും ആ സമയം അവിടെ ഉണ്ടായിരുന്നു. ഈ തിരച്ചിലിന്റെ തൊട്ടുമുന്നോടിയായി ഈ സംഭവം നടന്ന തൊഴുത്തിന്റെ താഴെയായി, അതായത് ഇദ്ദേഹത്തിന് മാളിയേക്കൽ ബെന്നിയുടെ വീട്ടിൽ നമ്മളും ഉണ്ടായിരുന്നു. നമ്മൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് പിരിഞ്ഞ ശേഷം ഏതാനും പേർക്ക് ചാർജ് നൽകിയിരുന്നു, അവിടെ നിൽക്കാൻ ചാർജ് നൽകിയിരുന്നു. ഇതിനു ശേഷം കടുവ ഒരു തവണ വന്നതായി ബെന്നി പറയുന്നുണ്ട്. അതായത് ഒരു 6:45 കൂടി ഈ കടുവ വീണ്ടും ആ മേഖലയിൽ വന്നു, ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളത് ബെന്നി പറയുന്നുണ്ട്. ഇതിനു ശേഷമാണ് ഇപ്പോൾ വയനാട് കേണിച്ചിറയിൽ വീണ്ടും കടുവയിറങ്ങി. മാളിയേക്കൽ ബെന്നിയുടെ വീട്ടിലെ തൊഴുത്തിലാണ് കടുവയെത്തിയത്. കടുവയുടെ കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു വയനാട് നിന്നും സുർജിത്ത് അയ്യപ്പത്ത്.